എഡിറ്റ് ചെയ്യാൻ എങ്ങനെയാ വെച്ചാൽ ഫസ്റ്റ് ഇത് ഒരു ഇതിലൊന്നും വ്ളോഗ് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ കുറെ നോക്കി ശരീരത്തിന്റെ വളർച്ചയാണ്, അത് ഓർത്തോ. ഓർക്കില്ല എന്ന് പറഞ്ഞിരുന്നു. എനിക്ക് ഫോട്ടോ എടുക്കുമ്പോല്ലേ ചിരിക്കുമ്പോ ഇവിടെ ഇങ്ങനെ വെക്കും. വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ളോഗ്. ഇന്നലത്തെ ഒറ്റ കാരണം കൊണ്ട് ഇതെനിക്ക് വ്ളോഗ് നല്ല മര്യാദയ്ക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇന്നലെ ഞാൻ 9 മണിക്കൂറായി ഒരു വ്ളോഗ് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൊബൈലിലാണെങ്കിൽ എഡിറ്റ് ചെയ്യാൻ പറ്റണില്ല, ഫുള്ള് ലാഗ് പറഞ്ഞാൽ അമ്മാതിരി ലാഗ്. ഇന്നത്തെ വ്ളോഗ് എഡിറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് വിചാരിക്കണം. എന്തായാലും രാത്രി എഡിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ തന്നെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം, എഡിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയെന്ന് ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞുതരാം കേട്ടോ. അല്ലെങ്കിൽ അധികം ലെങ്ത് ഒന്നും ഉണ്ടാവില്ല വീഡിയോ. പറ്റുമ്പോൾ ഞാൻ ചെയ്ത് ഇടാം വീഡിയോ. അമ്മിക്കല്ലിൽ ചമ്മന്തി അരിക്കണേ, ചമ്മന്തി അരിച്ച് പഠിക്കട്ടെ. പണ്ടൊക്കെ ഞങ്ങൾ ഈ അമ്മിക്കല്ലിൽ തന്നെയായിരുന്നു ചമ്മന്തി അരിക്കലും കറിക്കുള്ള കാര്യങ്ങളൊക്കെ അരിക്കൽ ഈ അമ്മിക്കല്ലിൽ തന്നെ കേട്ടോ. ഒന്നൊന്നും ഞങ്ങളടുത്ത് മിക്സി ഉണ്ടായിട്ടില്ല. രാത്രി നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അമ്മിക്കല്ലിൻ്റെ ഭാഗത്തേക്ക് വരും, അത് അരയ്ക്കും. എന്നിട്ട് കറിയോ എല്ലാം അടിപൊളിയായിട്ട് വെക്കുന്ന ടൈമായിട്ട് തന്നെ ആ കാലമൊന്നും എനിക്ക് ഇപ്പോഴും മറക്കാനൊന്നും പറ്റൂല കേട്ടോ. തീട്ടല്ലേ അത്, കള്ളായിക്കള് കൈക്ക് തോറിയിട്ട് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഇതിലൊന്നും വ്ളോഗ് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ കുറേ നോക്കി വ്ളോഗ് എഡിറ്റ് ചെയ്യാൻ 9-10 മണിക്കൂറായി ഞാൻ മൊബൈലിൽ തന്നെ വ്ളോഗ് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. രാവിലെ ഉച്ചയ്ക്ക് എപ്പോഴോ തുടങ്ങിയത് കഴിഞ്ഞത് രാത്രി 12-1 മണിക്ക്. അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ആക്കിയത്. ഷെഡ്യൂൾ ചെയ്യുകയാണെങ്കിൽ ഡെയിലി വ്ളോഗ് അവിടുന്ന് ആകെ അങ്ങോട്ട് അലങ്കോലമായിരുന്നു, ദിവസം മാറി പോയിരുന്നു. അങ്ങോട്ട് അച്ഛനെ വിളിക്കാൻ പോയതാ, അവിടെ അച്ഛനില്ല. എനിക്കിപ്പോൾ നല്ല ക്ഷീണമുണ്ട് കേട്ടോ. ഇത്ര ദിവസം ഞാൻ ആകെ 4-5 മണിക്കൂർ കടന്നുറങ്ങിയിട്ടുള്ളൂ. 4-5 മണിക്കൂറും ഇല്ല, 3-4 മണിക്കൂർ ഫുള്ളും ഇതിൻ്റെ പുറകെ തന്നെ, ഇതിൻ്റെ പുറകെ. എനിക്കാണെങ്കിൽ ക്ലിയറായിട്ട് ഉറങ്ങാൻ വരെ സമയം ഫിക്സ് ചെയ്യാൻ പറ്റണില്ല. എന്തായാലും ഇപ്പോൾ കുറച്ച് നേരം കടന്നുറങ്ങട്ടെ കേട്ടോ. നല്ല ക്ഷീണമുണ്ട് പറഞ്ഞാൽ നല്ല ക്ഷീണമുണ്ട്. ഇപ്പോൾ കടന്നുറങ്ങിയാൽ പിന്നെ എപ്പോൾ എണീക്കുന്നത് പറയാൻ പറ്റൂല. എന്തായാലും ഞാനിപ്പോൾ കുറച്ച് നേരം കിടക്കട്ടെ കേട്ടോ. ഞാൻ എത്ര മണിക്കൂർ കടന്നുറങ്ങുന്നതെന്ന് പറയാൻ പറ്റൂല. നമുക്ക് എന്തായാലും എണീക്കുമ്പോൾ കാണാം കേട്ടോ. ഇപ്പൊ സമയം 7:45 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പുറത്ത് നല്ല മഴയാണ്, നല്ല കാറ്റിന്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. തണുപ്പൊക്കെ ഈ വാതിലിന്റെ അടിഭാഗത്ത് കൂടെ ഇങ്ങനെ കാലിക്കടിക്കുമ്പോൾ എന്ത് സുഖാന്ന് അറിയാം. ഇത്രയും ദിവസം ഭയങ്കര ചൂടായിരുന്നു. ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ മഴ ചെയ്ത് എന്ത് രസം അറിയാം. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല തണുപ്പ്, അതോ തണുത്ത കാറ്റൊക്കെ. ആഹാ നല്ല സുഖം. അപ്പൊ ഇവിടെ എന്താ കാട്ടിന്? ഇവിടെ പോവാ ഒരുങ്ങിട്ട്. നീ എവിടെ പോവാ? എങ്ങോട്ട്? എവിടെ കല്യാണം? ഇത് മറ്റേ ബാഹുബലിത്തെ രാജമാതേ അങ്ങനെന്തോ പറയൂലേ? ഇത് ബോറായിട്ടോ. അച്ഛൻ വൈകുന്നേരം വന്നിട്ട് ഫുള്ള് എഡിറ്റിങ്. ഞാൻ പറഞ്ഞ ഫുള്ള് എഡിറ്റിങ്. അവന്റെ വ്ളോഗ് ഇത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. വ്ളോഗെല്ലാം എഡിറ്റിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഉണ്ണി ആവശ്യമില്ലാതെ ആ മാലിക പൊട്ടിച്ചളയാൻ ശ്രമിക്കുന്നുണ്ട്. കുറച്ചേരം ഉറങ്ങി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ നല്ല ആശ്വാസമുണ്ട് പറഞ്ഞാൽ നല്ല ആശ്വാസമുണ്ട്. ഇപ്പം അധികം ക്ഷീണം പോലെ തോന്നുന്നില്ല. ഇനിയിപ്പോൾ അധികം ഉറക്കം ഞാൻ കളയാനേ ആഗ്രഹിക്കുന്നില്ല കേട്ടോ. ഇനി ചോറ് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ റൂമിനുള്ളിൽ കയറിയിട്ട് മെല്ലെ എഡിറ്റിംഗ് വർക്കൊക്കെ തുടങ്ങാം കേട്ടോ. നേരത്തെ എഡിറ്റിംഗ് എല്ലാം തീർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നേരത്തെ കിടന്നുറങ്ങിയിട്ട് രാവിലെ നേരത്തെ എണീക്കുകയാണെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവൂലായിരുന്നു. ഞാൻ ഇത്രയും ദിവസം ഉണ്ടല്ലോ ഓരോ കാര്യങ്ങളും നോക്കി രാവും പകലില്ലാതെ നോക്കി പഠിച്ച് നിന്നുകൊണ്ടാണ് എൻ്റെ ആ ടൈം ടേബിളും ടൈമിങ്ങും എല്ലാം കൊണ്ട് തെറ്റിപ്പോയത്. എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടത്. നീ ചോറ് കഴിച്ചാ? അല്ല മോളെ, അത് ചവിട്ടി കയറി കഴിഞ്ഞാൽ അത് കുടഞ്ഞ് കളയാൻ കേട്ടോ. അത് വെറുതെ ചവിട്ടി കയറിയിട്ട് പുതപ്പിലൊക്കെ. കറി എന്ത് കറി വെച്ചില്ലേ? ചമ്മന്തി, മുരിങ്ങേന്റെ ഉപ്പേരി. എവിടെ മുരിങ്ങേന്റെ ഉപ്പേരി കാണിച്ചിട്ടുള്ള? മുരിങ്ങേന്റെ ഉപ്പേരി, പിന്നെ ചമ്മന്തി, പിന്നെ ഉണക്കല്. ഓക്കെ, ഞാൻ ചോറ് ചെയ്യണ്ടേ? വേഗം പോയിട്ട് എഡിറ്റ് ചെയ്തതിന്റെ വേഗം കടന്നുറങ്ങട്ടെ. എത്ര ദിവസം ഉറക്കം കിട്ടിയില്ല. നേരം വെളുക്കുന്നേരം ഫോണ് കളിക്കണമെന്നല്ല, ഉറക്കം കിട്ടിയില്ല. എപ്പ കടന്നുറങ്ങിയ എന്താ ഉറക്കം കിട്ടണേ? മാല അർച്ചന പഠിക്കുന്നല്ല, ശരീരത്തിന്റെ വളർച്ചയാണ്, അത് ഓർത്തോ. ഓർക്കില്ല എന്ന് പറഞ്ഞിരുന്ന കാര്യമില്ല. ഇന്ന് നേരത്തെ ഉറങ്ങും ഞാന്. നേരത്തെ ഉറങ്ങിട്ട് എന്താ കാര്യം? നേരത്തെ ഉറങ്ങിട്ട് രാവിലെ നേരത്തെ എണീക്കും. പഴയ പോലെ. അതിന് രാത്രി ഉറങ്ങാൻ പറ്റണ ശരീരത്തിന്റെ വളർച്ചയാണ്, അത് ഓർത്താ മതി. അതന്നെ ഞാൻ ചോറ് കഴിച്ചാൽ വേഗം ഉറങ്ങാൻ പോവാ. അമ്മയൊക്കെ ഇതാ മുല്ലപ്പൂ തലയിൽ ഇട്ടിട്ട് അങ്ങോട്ടും കൂടെ നടക്കണേ. അല്ല ഇത് എന്തിനാ പൂ ഇട്ടേക്കണേ? നിങ്ങൾ എവിടെ പോവാണ്? മുല്ലുണ്ട്, ആ മുല്ലപ്പൂ നല്ല രസമല്ലടാ മുടിക്ക് ചൂടും. ഈ രാത്രി ആയിട്ടിട്ട് എവിടെ പോവാണ് നിങ്ങള്? കിങ്ങിണി ഒരുങ്ങി കിടക്കണേ? അതല്ല, കിങ്ങിണി എന്തോ ഒരുങ്ങി കിടക്കണേ? കിങ്ങിണിയെ സ്റ്റൈലാക്കാൻ വേണ്ടിട്ട് ഒരുങ്ങണത്. പാവട്ടോ, മുല്ലപ്പൂ നല്ല മണക്കുണ്ടമ്മ. ഫോട്ടോ എടുക്കുമ്പോ അല്ലേ ചിരിക്കുമ്പോ ഇവിടെ ഇങ്ങനെ വെക്കും.
ഇങ്ങനെയൊക്കെ രസമുണ്ട്. ഇത് ഈ ആ ഇവിടെ എങ്ങനെ അറിയാം ഇങ്ങനെ 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 ഇരിക്കണം. ഇത് ഇങ്ങനെ കണ്ടോ ചുണ്ടിച്ചിങ്ങനെ. മറ്റേ രീതി ശരി മറ്റേ സാധാരണ പല്ലണിക്കാതെ അങ്ങനെയല്ലേ പല്ലണിക്കാതെ കണ്ടോ അച്ഛൻ എന്തെങ്കിലും പറയണ്ടോ? ഫോട്ടോ വ്ളോഗ് എന്തെങ്കിലും പറയണ്ട? ഒന്നും പറയാല്ല. എന്തെങ്കിലും പറയാ? നീ ചോറുന്നുണ്ട്. ഞാൻ കൊറേ നേരം വിളിച്ചോണ്ടിരുന്നു. വാ കൊറേ നേരം ഇവനെ വിളിച്ചോണ്ടിരുന്നു. ചാറ് ചോറ് കഴിച്ചിട്ട് വേറെ റൂമിൽ കയറിയിട്ട് വേഗം എഡിറ്റ് ചെയ്ത് തീർക്കട്ടെ. ചോറ് കഴിച്ചിട്ട് ഞാൻ റൂമിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. എഡിറ്റ് ചെയ്യാൻ എങ്ങനെയാ വെച്ചാല് ഫസ്റ്റ് ഇത് 1 മിനിറ്റ് വീഡിയോ ആദ്യം എടുത്തിടും. എന്നിട്ട് അതിൽ ആവശ്യമുള്ള ഭാഗം ആവശ്യമില്ലാത്ത ഭാഗമൊക്കെ എടുത്ത് മാറ്റും. അതുകൊണ്ട് വേറെ ക്ലിപ്പ് ആഡ് ചെയ്യും. അങ്ങനെ എഡിറ്റ് ചെയ്ത് പകുതിയാക്കി ആഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് പകുതിയാക്കി ആഡ് ചെയ്ത് അങ്ങനെയാണ് ചെയ്യണത്. അല്ലാതെ എനിക്ക് മൊബൈലിൽ എഡിറ്റ് ചെയ്യാൻ പറ്റണില്ല വെച്ച് ഞാൻ കുറേ ശ്രമിക്കുന്നുണ്ട്. ആദ്യത്തെ ഒന്നും ഇപ്പോൾ പറ്റണില്ല എന്നുള്ളൂ. ഒന്നാമത്തെ കാര്യം മൊബൈൽ നല്ല ലാഗ് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. iPhone 7+ ആണ് ഇപ്പോൾ. എന്താ ആണെന്ന് അറിയില്ല. CapCutന്റെ പുതിയ വേർഷൻ അപ്ഡേറ്റ് ചെയ്തത് കൊണ്ടാണോ അതോ വേറെ എന്താ പ്രശ്നമാണോ എന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ എഡിറ്റിങ് അങ്ങനെ കൊണ്ടുപോകട്ടെ. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നേരത്തെ കടന്നുറങ്ങാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഉള്ള ഇത്ര ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നാളെ അടുത്ത് നല്ല ബ്ലോഗായിട്ട് നാളെ കാണാം കേട്ടോ. My darling, I love you, I love you, I love you, I love you.